ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ ചിന്ത എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. താങ്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഓവറായിട്ട് അല്ലെങ്കിൽ കുറച്ച് ചില കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അനാവശ്യ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെന്നാ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഓവറായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം നമുക്ക് അതുമൂലം ചിന്തിച്ച് നമുക്കതുമൂലം ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അതായത് മാനസികവും ശാരീരികവും ഡിപ്രഷനും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുമൂലം നമുക്കെന്താണ്, ഒരു തീരുമാനം, അതായത് ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിച്ച് നമുക്ക് കുറേ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. പിന്നെ അതുപോലെ നമ്മൾ ശരിക്കും നിരാശയുള്ളവരാകും. പിന്നെ അനാവശ്യ ചിന്തകൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് പാനിക്കാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പേടി ജീവിതത്തിൽ ഒരിക്കലും മാറിയല്ല, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാർ ഓടിക്കാൻ പഠിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കാർ ഓടിക്കാൻ പഠിക്കുന്നവർക്ക് നമുക്കറിയാം, നമ്മൾ റോഡിൽ കൂടെ ഒരു ഇൻസ്ട്രക്ടറിനെ വെച്ച് നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടർ എന്തായാലും നമ്മളെ ഉറപ്പായിട്ട് നമ്മളെ വഴക്ക് പറയും അല്ലേ. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണ് സ്റ്റുഡൻറ്റിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മളത് നമ്മൾ ആ ഒരു പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്സായി, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ എവിടെയാണ് തെറ്റിയത്, ആ തെറ്റിയ ഭാഗത്തിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. പക്ഷേ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സല്ലേ, തലച്ചോറ് മുഴുവൻ ആ ഒരു ചിന്തയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, വീണ്ടും പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ വഴിയിൽ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് വേറൊരു ഗുണം ഒന്നുമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ട് ഓവർ തിങ്കിങ് ഒട്ടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും യോജിച്ചതല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഓവർ തിങ്കിങ് ഉള്ളവർക്ക് ചിന്തിച്ച് തലവേദന, സൈനസൈറ്റിസ്, ഇതൊന്നും ഒരിക്കലും കണ്ണിന് വേദന, പിന്നെ എപ്പോഴും ക്ഷീണം കാര്യങ്ങളും ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഓവർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അല്ലേ. അതായത് ഓവറായിട്ട് കൂടുതൽ നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴത്തേക്കും കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ഇങ്ങനെ കൂടുതൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതും ഒരു വിഷമാണ് അല്ലേ. നമ്മൾ അന്നേരം ഒരു നിരാശയിലോ, എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്നെ അതിനെക്കാട്ടും അപ്പുറമുള്ള ഓവർ തിങ്കിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എങ്ങനെ ഓവർ തിങ്കിങ് ഒഴിവാക്കാം എന്നാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വലിയ ഇതിനെക്കുറിച്ച് പഠിച്ച ആളോ ഒന്നുമല്ല. പക്ഷെ ഞാൻ കേട്ടറിവ്, അല്ലെ ബുക്കിൽ എവിടെയെങ്കിലും വായിച്ചതും ഒക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ കൂടുതൽ ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചിന്തകൾ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾ കുറേയൊക്കെ യോഗ ചെയ്യാൻ ശ്രമിക്കുക. യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കിടന്നുറങ്ങാതെ രാവും പകലും ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങാതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക, നല്ലൊരു ഫ്രഷ് എയർ, നല്ല സൺലൈറ്റ് കൊള്ളുക, നല്ല എക്സസൈസ് ചെയ്യാൻ പോവുക.
എക്സസൈസ് ഒക്കെ ചെയ്യാൻ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ 4 പേരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ശരീരവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിറയും. നമ്മൾ ഈ കൂടുതൽ ഈ ഒരു കസേരയിൽ ഒരു സോഫയിൽ ഇരുന്ന് നമ്മളിങ്ങനെ കൂടുതൽ അനാവശ്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് മുഴുവൻ ഈ ചിന്തിക്കുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കും അല്ലേ എല്ലാവർക്കും ചിന്ത. അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക, ഫ്രഷ് എയർ കൊള്ളുക, സൺലൈറ്റ് കൊള്ളുക. അല്ലെങ്കിൽ സൺലൈറ്റ് ഇല്ലെങ്കിലും ഫ്രഷ് എയർ കൊള്ളുക. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TV കാണുക. കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ, നമുക്കറിയാമല്ലോ കോമഡി സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളത്തിൽ. മലയാളത്തിലോ ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമ കാണുക. അത് പഴയതോ പുതിയതോ ഏതെങ്കിലും ആയിക്കോട്ടെ. പിന്നെ എന്താണ് നമ്മൾ പാട്ട് കേൾക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം കുറേ ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന സോങ്ങുകൾ കേൾക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ചില്ലി ആയിട്ടുള്ള നമുക്ക് എന്താണ് നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന സോങ്ങുകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതൊക്കെ ഡൈവേർട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക അല്ലേ. നമുക്ക് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക. പിന്നെ എന്താണ് നമ്മളെന്തെങ്കിലുമൊക്കെ കരകൗശല അല്ലേ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ പടം വരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സമയം മുന്നോട്ട് നീക്കുക. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ നടുക. നമ്മൾ പുറത്തിറങ്ങി ചെടികളും കാര്യങ്ങളൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് വന്ന് ചെടിയൊക്കെ നടുക. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് കുറേയൊക്കെ നല്ലൊരു മനസ്സ് സന്തോഷവും കുളിരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നവർ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓവർ തിങ്കിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും തലച്ചോറിനും ഒന്നും ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ ഓവർ തിങ്ക് ഒഴിവാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് പാട്ട് കേൾക്കുക, ഡാൻസ് ചെയ്യാൻ പറ്റുന്നവർ ഡാൻസ് ചെയ്യുക, പിന്നെ നടക്കാൻ പോകാൻ പറ്റുന്നവർ നടക്കാൻ പോവുക. പിന്നെ എന്താണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കരകൗശല പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ ഡൈവേർട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.